السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നിഷിദ്ധമായ ധാരാളം കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത് ബാബു തഹരീം വസ്ലി ശഅരി വൽ വഷ്മി വൽ വഷ്ർ എന്ന അധ്യായമാണ്. അതായത് മുടി കൂട്ടിച്ചേർക്കൽ നിഷിദ്ധമാണ്, അതുപോലെ തന്നെ പച്ച കുത്തുക എന്നുള്ള സമ്പ്രദായം നിഷിദ്ധമാണ്. വൽ വഷർ വഹുവ തഹ്ദീദുൽ അസ്നാൻ, പല്ലുകൾ മോടി കൂട്ടുവാനും അലങ്കാരം കൂട്ടുവാനും വേണ്ടി രാഗി വിടവുണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നിസായിലെ 117, 118, 119 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതായത് ഈ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പ്രകൃതിക്ക് മാറ്റം വരുത്തുക എന്നുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് പിശാച് മനുഷ്യരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നത്. അതിൽ പറഞ്ഞ അവസാന ഭാഗം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തുവാൻ പിശാച് അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഹദീസുകളിലൂടെയാണ് ആ വിഷയത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുള്ളത്. ഒന്നാമത്തെ ഹദീസ് വഅൻ അസ്മാഅ റളിയല്ലാഹു അൻഹാ أن امرأة سألت النبي صلى الله عليه وسلم فقالت يا رسول الله إن ابنتي أصابتها الحصبة فتمرق شعرها وإني زوجتها أفأصل فيه فقال لعن الله الواصلة والموصولة متفق عليه وفي رواية الواصلة والمستوصلة. قولها فتمرق هو بالراء ومعناه انتثر وسقط، والواصلة التي تصل شعرها أو شعر غيرها بشعر آخر، والموصولة التي يوصل شعرها، والمستوصلة التي تسأل من يفعل ذلك لها. മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്നമ്രഅതൻ, ഒരു സ്ത്രീ, സഅലത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ചോദിച്ചു. എന്താണ് അവർ ചോദിച്ചത്? ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ബിനതി, തീർച്ചയായും എൻ്റെ മകൾ, ഇന്ന ഇബ്നതി, തീർച്ചയായും എൻ്റെ മകൾ, അസ്വാബത്ത്ഹ,
അവൾക്ക് ബാധിച്ചു. അസാബത്ത്ഹ അവൾക്ക് ബാധിച്ചു. അൽ ഹസ്ബത്തു, ഹസ്ബത്ത് എന്ന് പറഞ്ഞാൽ മീസിൽസ് എന്ന് പറയുന്ന 5-ാം പനി, അതാണ് അൽ ഹസ്ബത്തു, ഒരു രോഗമാണ്. ഹസ്ബത്ത് ബാധിച്ചിരിക്കുന്നു. ഫതമറഖ, അങ്ങനെ അത് കാരണം കൊഴിഞ്ഞുപോയി. തമറഖ എന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഫുട് നോട്ടായിട്ട് വായിച്ച മഅനാഹു ഇൻതസറ വസഖത, ഉതിർന്നു വീഴുക, കൊഴിഞ്ഞു പോവുക, അതിനാണ് തമറഖ എന്ന് പറയാം. അങ്ങനെ ഈ രോഗം കാരണത്താൽ എൻ്റെ മകളുടെ ശഅറുഹ, അവളുടെ തലമുടി കൊഴിഞ്ഞു പോയിരിക്കുന്നു. വ ഇന്നി സവ്വജ്തുഹ, ഞാനാണെങ്കിൽ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കല്യാണപ്പെണ്ണാണ് അവൾ, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വീട് കൂടാൻ പോവുകയാണ്. അപ്പോൾ അഫ അസിലു ഫീഹി, തലയിൽ മുടിയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ മുടി കൂട്ടിച്ചേർക്കട്ടെയോ? അഫ അസിലു ഫീഹി, അവളുടെ മുടിയിൽ ഞാൻ കൂട്ടി ചേർക്കട്ടെയോ? ഫഖാല, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അൽ വാസില, മുടി കൂട്ടിച്ചേർക്കുന്നവളെ, അതാണ് വാസില, മുടി കൂട്ടിച്ചേർക്കുന്നവളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മൗസൂല, അത് കൂട്ടിച്ചേർക്കുന്ന, അതിനുവേണ്ടി ആ നിലക്ക് പ്രത്യേകം ആവശ്യപ്പെടുന്നവരെയും. അതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് വൽ മുസ്തൗസില, അതായത് അല്ലത്തി തസ്അലു മൻ യഫ്അലു ദാലിക ലഹ, തനിക്ക് വേണ്ടി ആ കാര്യം ചെയ്യാൻ വേണ്ടി, ചെയ്തു തരാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടുന്ന പെണ്ണിനെയും. അപ്പം അങ്ങനെ മുടി കൂട്ടിച്ചേർക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുക, സ്വയം തന്നെ കൂട്ടിച്ചേർക്കുക, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ശാപത്തിന് ഹേതുവാകുന്ന പാപമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ സഹോദരിക്ക് മറുപടി കൊടുക്കുകയാണ്. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ നഹ്വുഹു, ഇപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇതേ സംഭവം. മുത്തഫഖുൻ അലൈഹി, അത് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇസ്ലാമിക കർമ്മശാസ്ത്രമനുസരിച്ച് മുടി കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊരാളുടെ മുടി സ്വന്തം മുടിയിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്, കടുത്ത കുറ്റമാണ്. കാരണം കടുത്ത കുറ്റത്തിനാണ് ലഅന എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വരും. അള്ളാഹിൻ്റെ ശാപം കിട്ടും എന്നൊക്കെ പറയും, വലിയ പാപം തന്നെയാണത്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണ്. പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ഇങ്ങനെ മുടി കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വിഷയത്തിലും അത് തന്നെയാണ്. മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നാൽ കുറച്ചതിലുണ്ട്, അതുകൊണ്ടാണ് അഫ അസിലു ഫീഹി എന്ന് ചോദിക്കുന്നത്. ഞാൻ ഉള്ള മുടിയുമ്മ കുറച്ച് കൂട്ടിച്ചേർത്ത് അലങ്കരിച്ചോട്ടെ എന്നാണ് ആ സഹോദരിയുടെ ചോദ്യം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയും പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇത്തരത്തിൽ മുടി ചേർക്കുന്നവരെയും ചേർത്ത് കൊടുക്കുന്നവരെയും ഒക്കെ ശപിച്ചതായി ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ മുടി, മറ്റൊരു മനുഷ്യൻ്റെ മുടി ഉപയോഗിച്ച് നീളം കൂട്ടുക എന്നുള്ളത് കർശനമായി വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അത് മുസ്ലിമിൻ്റെ മുടിയായാലും ആ മുസ്ലിമിൻ്റെ മുടിയായാലും സ്വന്തം മുടി മുറിച്ച് മാറ്റിയതായാലും നിയമത്തിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതേ അവസരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുടി ഇല്ലാത്ത ഒരാൾ, അയാളുടെ തലയുടെ പിൻഭാഗത്ത് നിന്ന് മുടിയെടുത്ത് അത് മറ്റൊരു സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഇക്കാലഘട്ടത്തിലെ ആ രൂപത്തിലുള്ള സമ്പ്രദായത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരെന്ത് ചെയ്തിരിക്കുകയാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ്, അത് ആ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം അത് കൃത്രിമമായി നീളം കൂട്ടലല്ല, തൻ്റെ ശരീരത്തിൽ തന്നെ ഉള്ള ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അത് നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അതിൽ ഹറാമിൻ്റെ വിഷയം വരുന്നില്ല എന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഫാഷന് വേണ്ടിയോ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ ആ നിലക്കും അങ്ങനെ കൂട്ടിച്ചേർക്കാതിരിക്കൽ തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. അങ്ങനെ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും
പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹദീസിൻ്റെ സാരം നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു അൻസാരി സ്ത്രീയാണ് ഈ ചോദിക്കുന്നത്. അവർ തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അവൾക്കിങ്ങനെ ഒരു രോഗം ബാധിച്ചപ്പോൾ അവളുടെ മുടി കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ആ കൊഴിഞ്ഞു പോയത് വീണ്ടും വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചില മരുന്നുകളുടെയൊക്കെ പ്രത്യേകമായ സ്വാധീനം കാരണത്താൽ, ഉദാഹരണമായി ക്യാൻസർ രോഗികൾ ഈ കീമോ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുടി കൊഴിഞ്ഞു പോകും. പക്ഷേ ആ കൊഴിഞ്ഞു പോകുന്ന മുടി താമസം വിന വരും ചെയ്യും. ഇത് പിന്നീട് വരുന്നതാണ്. ആ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിൽക്കുന്നതോടുകൂടി മുടി വീണ്ടും തിരിച്ചു വരും. ഇതേപോലെ തന്നെയാണ് മീസിൽസിനെ സംബന്ധിച്ചും ഇത് സംബന്ധമായിട്ടുള്ള ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ശർഈയായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്തൊക്കെ ഇക്കാര്യം പറയുന്നുണ്ട്. ഇതും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നാണ്. സാധാരണഗതിയിൽ മീസിൽസ് 5-ാം പനി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മുടി കൊഴിഞ്ഞു പോകണമെന്നില്ല. ഇനി അത് കാരണമായിട്ട് ശക്തമായ പനി മുഖേനയൊക്കെയോ വല്ലപ്പോഴും കൊഴിഞ്ഞു പോയാൽ തന്നെ അതൊക്കെ വീണ്ടും വളർന്നു വരുന്ന വിധത്തിലാണ് എന്നാണ് ആ വിഷയത്തിൽ അവരെല്ലാവരും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കൃത്രിമമായി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രോഗിയായ അവളൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്ന സമയമാണ്, അഥവാ വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു നേരമായതുകൊണ്ട് അവിടെ അത് നിഷിദ്ധമാക്കുവാനുള്ള പ്രത്യേകമായ കാരണം എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു തെദ്ലീസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരാളെ വഞ്ചിക്കുന്നു, തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ തനിക്ക് മുടിയുണ്ട് എന്ന് തോന്നിപ്പിച്ച് തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു രീതി അതിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഘട്ടത്തിൽ പോലും അതിന് അനുവാദം കൊടുക്കാതിരുന്നത് എന്നാണ് അത് സംബന്ധമായി വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എന്നാൽ ഒരാൾക്ക് ജന്മനാ തന്നെ മുടിയില്ല, കഷണ്ടിയാണ്, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വൈകല്യം നീക്കുക എന്നുള്ള നിലക്ക്, ഒരു ഫാഷന് വേണ്ടിയല്ല, അലങ്കാരത്തിന് വേണ്ടിയല്ല, ശാരീരികമായി അവർക്ക് ബാധിച്ചിട്ടുള്ള ഒരു വൈകല്യം നീക്കുക എന്നുള്ള നിലക്ക് അവർക്ക് മറ്റു മനുഷ്യരുടെ മുടി അല്ലാത്ത ഏതെങ്കിലും സിന്തറ്റിക് ഈ രൂപത്തിലുള്ള കൃത്രിമ മുടിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യൻ്റെത് പറ്റൂല, അതേപോലെ തന്നെ മറ്റു മൃഗങ്ങളുടേത് പറ്റില്ല, പ്ലാസ്റ്റിക് നൂലോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിന്തറ്റിക് രാസ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം. കാരണം അതൊരു ഐബ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്, ഉള്ളതിൽ ഭംഗി കൂട്ടലല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൽ മൂക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു വൈരൂപ്യം ഉണ്ടായി എന്നുള്ള ഐബ് വന്നപ്പോൾ അതിനെ നീക്കം ചെയ്യുവാൻ വേണ്ടി അനുവാദം കൊടുത്തു. എന്ത്? ഒരു ലോഹം കൊണ്ടുള്ള വേറൊരു മൂക്ക് അദ്ദേഹത്തിന് വെക്കുവാൻ വേണ്ടി അനുവാദം കൊടുത്തു. അത് ചെമ്പ്, വെള്ളി പോലെയുള്ള ഒരു വസ്തുവായിരുന്നു എന്നാണ്. പക്ഷേ അത് വെച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ദുർഗന്ധം അനുഭവപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണം നിഷിദ്ധമാണല്ലോ, എന്നിട്ടുകൂടി ആ വൈകല്യം പരിഹരിക്കുക എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് അൻഫം മിൻ ദഹബിൻ, സ്വർണത്താലുള്ള ഒരു മൂക്ക് ആ ഭാഗത്ത് ഫിറ്റ് ചെയ്യുവാൻ വേണ്ടി അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ കാലഘട്ടത്തിലൊക്കെ അത് ചെയ്തത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഈ അധുനാധുന യുഗത്തിൽ നടക്കുന്ന മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് എന്തായിരുന്നാലും അങ്ങനെ അൻഫം മിൻ ദഹബിൻ, സ്വർണത്താലുള്ള ഒരു മൂക്ക് ധരിക്കുവാൻ അദ്ദേഹത്തിന് പകരം അനുവാദം നൽകി എന്നുള്ളത് വളരെ സഹീഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഐബ് നീക്കം ചെയ്യുക എന്നുള്ള നിലക്ക് ഒരാൾക്ക് അത്തരം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇളവുണ്ട് എന്നുള്ളതല്ലാതെ കുറഞ്ഞ മുടിയാണ്, തലയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഭാഗം കഷണ്ടിയാണ്, മുൻഭാഗത്ത് മുടിയില്ല, അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് കുറച്ച് കുറവുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ മറ്റു മുടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ബാറൂക്കത്ത് എന്ന അറബിയിൽ പറയുന്ന വിഗ് ധരിച്ചുകൊണ്ടോ മറ്റു രൂപത്തിലോ ഒക്കെ സൗന്ദര്യവും അലങ്കാരവും കൂട്ടുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നിഷിദ്ധത്തിൻ്റെ പട്ടികയിലാണ് വരുന്നത്. അത് ശാപഹേതുവായ കാര്യം തന്നെയാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പല ആളുകളും ചെറിയ തലയുടെ കുറച്ച് മുൻഭാഗത്ത് കുറച്ച് മുടി കൊഴിഞ്ഞു പോയാൽ ഇതൊക്കെ ഇന്ന് മറച്ചു വെക്കുവാൻ വേണ്ടി ഇന്ന് ധാരാളമായി ആളുകൾ
പരക്കെ വ്യാപകമായി പല സംവിധാനങ്ങളും ഇന്നത്തെ സംവിധാനങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അലങ്കാരത്തിൻ്റെയും ഭംഗിയുടെയും ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഉള്ളതിൽ മതി എന്നുള്ളതല്ല, കുറച്ചുകൂടി കൂട്ടിച്ചേർത്ത് അതിൻ്റെ ആ തനിമ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നല്ല തിക്കുള്ള മുടിയായി തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനം എന്തായിരുന്നാലും പാടില്ല എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയത്തക്ക ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്ന കാര്യമാണത് എന്നുള്ളത് കൊണ്ട് തന്നെ വിഷയം വളരെ ഗൗരവമാണെന്നും ഗുരുതരമായ കാര്യമാണത് എന്നും വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഹദീസ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് ആരാണ്? മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം മറ്റൊരു മുഹദ്ദിസ്, മറ്റൊരു പണ്ഡിതനാണ് ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അദ്ദേഹം ഹജ്ജ് നിർവഹിച്ച, അഥവാ മുആവിയയുടെ നേതൃത്വത്തിൽ ഹജ്ജ് നിർവഹണം നടന്നിട്ടുള്ള ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ നിലക്ക് അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ കയറിയ സമയത്ത് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ മുടി കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു മുടിക്കെട്ട് അദ്ദേഹം കയ്യിലിങ്ങനെ പിടിച്ച് ഉയർത്തി. എന്നിട്ട് അതാണ് ഹദീസിൽ കാണുന്ന ഭാഗം. അന്നഹു ഖത്തബൻ നാസ അലാ മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതനാവല ഖുസ്സത്തൻ മിനശ്ശഅരി കാനത് ബിയദി ഹറസിയ്യിൻ ഫഖാല അയ്ന ഉലമാഉകും യാ അഹ്ലൽ മദീന സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അൻ മിസ്ലി ഹാദിഹി വയഖൂലു ഇന്നമാ ഹലകത് ബനൂ ഇസ്രായീൽ ഹീന ഇത്തഖദ ഹാദിഹി നിസാഉഹും. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ച ആ മിമ്പറിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു വതനാവല ഖുസ്സത്തൻ മിനശ്ശഅരി, ഒരു മുടിക്കെട്ട്, അദ്ദേഹം ഒരു മുടിക്കെട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. കാനത്ത് ബിയദി ഹറസിയിൻ, അത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ അത് കരുതി വച്ചിരുന്നു. ജനങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മിമ്പറിൽ നിന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ മിമ്പറിൽ നിന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉയർത്തി കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അയ്ന ഉലമാഉകും യാ അഹ്ലൽ മദീന, മദീന നിവാസികളെ, നിങ്ങളുടെ ഉലമാക്കളൊക്കെ എവിടെ പോയി? എന്താ ജനങ്ങൾ ഇതൊക്കെ നിർബാധം ഉപയോഗിക്കുന്നത്? കാണുന്നില്ലേ ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ തലയിൽ വെച്ച് കെട്ടിയിട്ട് മുടിക്ക് നീളം കൂട്ടുന്ന സമ്പ്രദായം ജനങ്ങൾ ധാരാളമായി ചെയ്തു കാണുന്നുണ്ടല്ലോ. മദീനയിലെ ഉലമാക്കളൊക്കെ എവിടെ പോയി എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു അല്പം രോഷത്തോടെ മിമ്പറിൽ വെച്ച് ചോദിക്കുന്നത്. അയ്ന ഉലമാഉകും, നിങ്ങളുടെ പണ്ഡിതന്മാരെവിടെ? യാ അഹ്ലൽ മദീന, ഹേ മദീന നിവാസികളെ. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്രകാരം കൂടി പറഞ്ഞു, സമിഅ്തു, ഞാൻ കേട്ടതാണ്, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ കേട്ടതാണ്, യൻഹാ, അവിടുന്ന് വിരോധിച്ചത്, നഹ വിരോധിച്ചു, യൻഹ വിരോധിക്കുന്നു, യൻഹ അവിടുന്ന് വിരോധിച്ചു, അൻ മിസ്ലി ഹാദിഹി, ഇതുപോലെയുള്ള പ്രവൃത്തി വിരോധിച്ചത് ഞാൻ കേട്ടതാണ്, വയഖൂലു, അവിടുന്ന് പറയുകയും ചെയ്യുന്നു, ഇന്നമാ ഹലക്കത്തു ബനൂ ഇസ്രായീൽ ഹീന ഇത്തഖദ ഹാദിഹി നിസാഉഹും, ഇസ്രായേൽ മക്കൾ നശിക്കുവാൻ പല കാരണങ്ങളിൽ ഒരു കാരണം ഹീന ഇത്തഖദ ഹാദിഹി, ഇത് സ്വീകരിച്ചതാണ്, നിസാഉഹും, അവരുടെ പെണ്ണുങ്ങൾ. ആ മുടിക്കെട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. സ്ത്രീകൾ, അവരിലെ സ്ത്രീകൾ ഇപ്രകാരം മുടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത് അവരുടെ നാശത്തിന് ഹേതുവായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളത് മറന്നുപോയോ എന്ന് വീണ്ടും മദീനയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖുതുബ നിർവഹിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അവിടെയും വിഷയം വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസും, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലഅനൽ വാസില വൽ മുസ്തൗസില വൽ വാശിമ വൽ മുസ്തൗശിമ മുത്തഫഖുൻ അലൈഹി. മഹാനായ സ്വഹാബി അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ, ലഅന അവിടുന്ന് ശപിച്ചിരിക്കുന്നു, അൽ വാസിലത മുടി കൂട്ടിച്ചേർക്കുന്ന സ്ത്രീയെ. വാസില നേരത്തെ പറഞ്ഞു. വൽ മുസ്തൗസില അത് കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടുന്നവളെയും. അപ്പോൾ സലൂണുകളിൽ പോയിട്ട് ഇതിനു വേണ്ടി ആവശ്യപ്പെടലും അത് ചെയ്തു കൊടുക്കലും ആ ജോലി ചെയ്യലും ഈ പ്രവൃത്തി ചെയ്യലും ഒക്കെ വിരോധിക്കപ്പെട്ട സംഗതികൾ തന്നെയാണ്. ഉള്ള മുടിയേക്കാൾ കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടി റിബണുകളും അതേപോലെയുള്ള മറ്റു പല വസ്തുക്കളും കൊണ്ടൊക്കെ പിന്നെ മറ്റു വിധത്തിലുള്ള അലങ്കാരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിടത്ത് അവരുടെ തലകൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞകളെപ്പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒട്ടകത്തിൻ്റെ പൂഞ്ഞകളെപ്പോലെ പറഞ്ഞാൽ തലത്രേ ഉണ്ടാവുള്ളൂ, പക്ഷേ തലൻ്റെ അത്ര തന്നെ വലിപ്പം ബാക്കിൽ ഉണ്ടാവും. വലിയ തലയാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക്, ആ നിലക്ക് എന്നിട്ട് പർദ്ദക്കെട്ട് മഫ്തൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ ആക്കുന്നവരുണ്ടാവും. ഒക്കെ ശാപഹേതുവായ രീതിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഒരു നല്ല നിലക്ക് നടക്കാൻ അനുവദിക്കൂലല്ലേ, ഒന്നിനും ഇസ്ലാം അനുവദിക്കൂല എന്ന് തോന്നിപ്പോകണ്ട. ഇതിനൊക്കെ അള്ളാഹു അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള യുക്തികളുണ്ടാകും. റഹ്മാനായ റബ്ബ് എന്തൊന്ന് കാരണത്താൽ അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഹിക്മത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്തിനാ അപ്പോൾ നിഷിദ്ധമാക്കിയതെന്നുള്ളതിന് എല്ലാത്തിനൊന്നും ഹിക്മത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഹിക്മത്ത് അറിഞ്ഞാലേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയാനും പറ്റൂല, അത് ഈമാനും ആകൂല. നമ്മുടെ വിശ്വാസത്തിൻ്റെ മേന്മ തന്നെ എന്താണ്? അള്ളാഹു പറഞ്ഞോ എന്നാൽ ഞാൻ അംഗീകരിക്കും, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞോ ഞാൻ അംഗീകരിക്കും. എനിക്ക് ബോധ്യമാകണമെങ്കിൽ ഹിക്മത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ തസ്ലീം ഞാൻ പൂർണ്ണമാക്കിയിട്ടില്ല എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ എന്താ മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറഞ്ഞത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ പാടില്ല തന്നെ അയ്യകൂന ലഹുമുൽ ഖിയറ, ഒരു ഓപ്ഷന് അനുവാദം അവർക്ക് ഇല്ലേ ഇല്ല. ഏത് വിഷയത്തിൽ? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു അവൻ്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്കതിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ല തന്നെ. മറിച്ച് എന്ത് ചെയ്യണം? വളരെ വ്യക്തമായി അവരതിനെ അംഗീകരിച്ചോളണം. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്, വളരെ കണിശമാണ്, വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ പ്രത്യേകിച്ച് യുക്തി മനസ്സിലായതേ ഞാൻ അംഗീകരിക്കൂ എന്നില്ല. യുക്തി അറിയപ്പെട്ടതും ഉണ്ടാകും, അറിയപ്പെടാത്തതും ഉണ്ടാകും. ഇസ്ലാം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതെന്തിന്, വിരോധിച്ചതെന്തിന്? അതിലൊക്കെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഹിക്മത്തുകളുണ്ടാകും. നമുക്ക് അറിയിച്ച് തന്നവയുമുണ്ടാകും, അല്ലാത്തവയുമുണ്ടാകും. അറിയിച്ച് തന്നവയാകട്ടെ അല്ലാത്തവയാകട്ടെ ഏതും അള്ളാഹ് നിഷിദ്ധാക്കിയോ അള്ളാഹുവിൻ്റെ വഹി കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയോ അത് അംഗീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇതാണൊരു സത്യവിശ്വാസിയുടെ യഥാർത്ഥത്തിൽ അവനുണ്ടായിരിക്കേണ്ടുന്ന നിലപാട്. ഞാനത് അംഗീകരിക്കും. പിന്നെ മറുചോദ്യങ്ങൾ അവിടെ ഇല്ല. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റൊന്ന് ഇവിടെ അപ്പം മുടി ഊട്ടിച്ചേർക്കുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ ധാരാളം ആളുകൾ അതൊന്നൊരു കുറ്റമേ അല്ല എന്നുള്ള നിലക്ക് വ്യത്യസ്തങ്ങളായ കൂണ് പോലെ മുളച്ചു പൊങ്ങുകയാണ് ഇത്തരത്തിലുള്ള ഹെയർ ഫിക്സിങ് സമ്പ്രദായങ്ങൾ. ആ രൂപത്തിലുള്ള അത് ഇങ്ങനെ പിന്നെ പ്രത്യേകമായ നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ മുടിയിൽ നിന്ന് വളർച്ചയുള്ള ഭാഗത്ത് നിന്ന് എടുത്തിട്ട് തീരെ ട്രീറ്റ്മെൻ്റ് എന്ന നിലയ്ക്ക് തീരെ മുടിയില്ലാത്ത ആളുകൾക്ക്, അങ്ങനെ കഷണ്ടിയായ ആളുകൾക്ക് വേണ്ടി അങ്ങനെ നട്ട് വളർത്തുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു ഐബ്, ഒരാൾ പറ്റ കഷണ്ടിയാണ്, ആ നിലക്കുള്ള ഒരു ഐബ് നീക്കം ചെയ്യുക എന്നുള്ള നിലക്ക്
വേണമെങ്കിൽ അത് അനുവദിക്കാം. ഈ നേരത്തെ പറഞ്ഞ സ്വർണ്ണ മൂക്ക് വെക്കാൻ അനുവാദം കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ. എന്നാൽ അവർ പോലും പറയുന്നതെന്താണ്? ശ്രേഷ്ഠത, ഏറ്റവും ഉത്തമം എന്ത് തന്നെയാണ്? ഒരു സംശയത്തിന് പഴുതു വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ശാപഹേതുവായ പാപമാണെന്നിരിക്കെ അതും ഒഴിവാക്കി ക്ഷമ പാലിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഉത്തമം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ്. ഇവിടെ പറയുന്ന രണ്ടാമത്തെ വിഷയം എന്താണ്? വൽ വാശിമ വൽ മുസ്തൗഷിമ, അതാണ് വശമ്. വശമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാറ്റു, പച്ചകുത്തുക എന്ന് പറയുന്ന സമ്പ്രദായം. പച്ചകുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ നീഡിൽസ് ഉപയോഗപ്പെടുത്തിയിട്ട് ചില സൂചി ഉപയോഗപ്പെടുത്തി തുളച്ചിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ചർമ്മത്തിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു തരം മഷി ഇഞ്ചക്റ്റ് ചെയ്യാണ്, നിറക്കുകയാണ്. അതാണല്ലോ ഇപ്പം ഇന്ന് ടാറ്റു ആയിട്ട് നമ്മൾ സമ്പ്രദായങ്ങളിലൊക്കെ ഒന്ന് കണ്ടുവരുന്നത്. പഴയ കാലം മുതൽക്കേ ഉണ്ട്. അവരത് സൂചിയിലൂടെ വേദനയോടുകൂടെ ആക്കിയിട്ട് അതിൽ പാനീയം നിറച്ച് അങ്ങനെ തന്നെ അത് മരിക്കോളം പോവില്ല. പല ഗോത്രങ്ങളുടെയും പല കബീലകളുടെയും ട്രൈബ്സിൻ്റെയൊക്കെ അടയാളങ്ങളായിട്ട് പോലും ഇന്നത് നിലനിൽക്കുന്നുണ്ട്. അവർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരെന്ത് ചെയ്യും, ഇങ്ങനെ പച്ചകുത്തും. പല നാടുകാരെയും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിറിയക്കാരായ ആണുങ്ങളൊക്കെ കൈമൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്, ഈ സൂര്യകൾ. അവരൊക്കെ അത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ പാരമ്പര്യമായിട്ട് അന്ന് അങ്ങനെ ചെയ്തു പോയതാണ്. ഇനി അത് കീറി മുറിച്ച് അവിടെ സ്കിന്നെടുത്ത് പറിച്ച് ഒഴിവാക്കേണ്ടി വരും, ആ സാധനം പോവില്ല. അപ്പോൾ അവർക്കെന്താ ഇപ്പം നിവൃത്തി എന്താ? അവർക്ക് നിവൃത്തിയൊന്നുമില്ല, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. കാരണം അതെടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ആ സ്കിന്നവിടുന്ന് മാറ്റേണ്ടി വരും. കാരണം അത്രയും ഇത് ഉള്ളിലേക്ക് നിറക്കുകയാണല്ലോ, അത് മാറ്റം ചെയ്യാനൊന്നും പറ്റില്ല, സ്റ്റിക്കർ ഒട്ടിക്കൊന്നുമല്ലല്ലോ അത്. അപ്പം അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്ത സംവിധാനമാണ്, സമ്പ്രദായമാണ്. അത് ചെയ്യുന്നവനും വൽ മുസ്തൗഷിമ, ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരെയും, അതാണാവട്ടെ പെണ്ണാവട്ടെ ആർക്കാണെങ്കിലും അത് പാടില്ല. അതേ അവസരത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമായി ഇസ്ലാം അനുവദിച്ചതാണ് മൈലാഞ്ചി അണിയുക എന്നുള്ളത്. മൈലാഞ്ചി ഇടാം, അത് ഒരു നിരോധിക്കപ്പെട്ട സംഗതിയല്ല, അത് അവർക്ക് അനുവദിച്ച ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മൈലാഞ്ചി പോലെ തന്നെ മൈലാഞ്ചിക്ക് പകരമായി ഇന്ന് മൈലാഞ്ചി ഒന്നും അല്ലാതെ തന്നെ വ്യത്യസ്തങ്ങളായ കളറുകളുടെ സ്റ്റിക്കറുകൾ പതിക്കുന്നുണ്ട് സ്ത്രീകൾ. അതിനും വിരോധമില്ല, അതിന് തകരാറില്ലാത്തതാണ്. അതുമൊക്കെ താൽക്കാലികമായ ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ്. മൈലാഞ്ചി അല്ല, കൃത്രിമമായ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കളറുകൾ കൊണ്ട് സ്റ്റിക്കർ വെക്കുന്നതാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അവിടെയും അങ്ങനെയുള്ള അലങ്കാരങ്ങൾ അണിയുന്നിടത്ത് പോലും പണ്ഡിതന്മാർ പലപ്പോഴും പല നിയമങ്ങളും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളൊന്നും അങ്ങനെ സ്റ്റിക്കറിൽ ചിത്രമാക്കി ശരീരത്തിൽ വെക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് പ്രകടമാകുന്നിടത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല. ശരീരത്തിന് ഉപദ്രവകരമായ കളറുകളും അത് ആ രൂപത്തിലുള്ള പെയിൻറ് പോലെയുള്ള ശാരീരികമായി സ്കിന്നിന് ഉപദ്രവകരമാണെന്ന് മനസ്സിലാകുന്ന വസ്തുക്കളും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ തെമ്മാടികളായ സമൂഹത്തിലെ മോശക്കാരികളായ സ്ത്രീകൾ ചെയ്യുന്ന മോഡൽ തന്നെ ചെയ്ത് അവരോട് സാദൃശ്യമുള്ള മോഡലിൽ ചെയ്യുന്നതും ഹറാമാണ്. അതേപോലെ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ പ്രത്യേകമായ സിംബലുകളോ പ്രത്യേകം പിഴച്ച വിശ്വാസധാരകളെ സൂചിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളോ നമ്മുടെ നാടുകളിൽ സ്വവർഗരതിക്കാരുടെ LGBT കമ്മ്യൂണിറ്റിയുടെ ആ രൂപത്തിലുള്ള പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളോ ഒക്കെയാണെങ്കിൽ അതും പാടില്ലാത്തതാണ്. മാത്രമല്ല ഔറത്തിൻ്റെ സ്ഥലങ്ങളിലും ഇത് നിഷിദ്ധമാണ്. ഇപ്പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ ഫൈദാ തമ്മഹാദാ ഫലാ നറാ മാനിഅൻ മിന തസയ്യുനി ബിഹി, ഇക്കാര്യങ്ങളൊക്കെ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരമണിയുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ആ നിലക്കുള്ളത് അനുവദനീയാണ്. അത് താൽക്കാലിക സമ്പ്രദായത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതല്ലാതെ സ്ഥിരമായി ശരീരത്തിൽ നിലനിൽക്കുന്ന ടാറ്റുവിനെ കുറിച്ചല്ല. ടാറ്റു എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റേതായ ഇന്നിപ്പോൾ നമ്മൾക്ക്
നമ്മൾ സലൂണിൽ പോയി അല്ലെങ്കിൽ ടാറ്റു സെൻറ്ററുകളിൽ പോയി നമ്മൾ കാണുന്നു വേണ്ട. ഇന്ന് അപ്പോൾ സുലഭമാണ്, നമുക്ക് കടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് ചെയ്യണത്, എത്ര വേദന അനുഭവിപ്പിച്ചിട്ടാണ് ചെയ്യണത്, എവിടെയൊക്കെയാണ് ചെയ്യണത്, ഏതെല്ലാം വൃത്തികെട്ട നിലക്കാണ് ചെയ്യണത്. ആണുങ്ങളാ ചെയ്തു കൊടുക്കുന്നത് പെണ്ണിൻ്റെ ഗുഹ്യാവയവത്തിലും പോലും അത്ര വൃത്തികെട്ട നിലക്ക് ചെയ്യുന്ന പൈശാചികത. അതാണ് നമ്മുടെ അധ്യായവും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാ ഒക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നിലക്കുള്ള മോശപ്പെട്ട പ്രവൃത്തിയാണ് ആ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ടാറ്റു സിസ്റ്റവും നമുക്കില്ല. ഇന്നത് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള സുന്ദരമായ അവൻ്റെ സ്കിന്നൊക്കെ മാറ്റിമറിച്ച് ധാരാളക്കണക്കിന് കളറുകൾ വാരിത്തേച്ച് വ്യത്യസ്തങ്ങളായ കോലത്തിൽ ആക്കി തീർക്കുന്ന അത്തരത്തിലുള്ള സമ്പ്രദായം അൽ വസ്മ് അള്ളാഹു ശപിച്ചിട്ടുള്ള ശാപഹേതുവായ പാപമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത ഹദീസ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലഅനല്ലാഹു അൽ വാശിമാതി വൽ മുസ്തൗശിമാതി വൽ മുതനമ്മിസാതി والمتفلجات للحسن المغيرات خلق الله. فقالت له امرأة في ذلك فقال وما لي لا ألعن من لعنه رسول الله صلى الله عليه وسلم وهو في كتاب الله. قال الله تعالى وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. متفق عليه. والمتفلجة هي التي تبرد من أسنانها ليتباعد بعضها عن بعض قليلا وتحسنها وهو الوشر. والنامصة التي تأخذ من شعر حاجب غيرها وترققه ليصير حسنا. والمتنمصة التي تأمر من يفعل بها ذلك. വിശാലമായി ഇപ്പം നമ്മൾ വിശദീകരിച്ചിട്ടുള്ള മുടികൂട്ടിച്ചേർക്കലും ടാറ്റു സമ്പ്രദായമാവുന്ന പച്ചകുത്തലും അല്ലാത്ത വേറെയും ഗുരുതരമായ 2 പാപങ്ങളും കൂടെ ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ആരാ ഉദ്ധരിക്കുന്ന ഹദീസ്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ് ലഅനല്ലാഹുൽ വാശിമാതി, അള്ളാഹു ശപിച്ചിരിക്കുന്നു അൽ വാശിമാത്തി വൽ മുസ്തൗശിമാത്തി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പച്ച കുത്തുന്നവളെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവളെയും. അപ്പം അതിലൊക്കെ വാശിമാത്ത് മുസ്തൗശിമാത്ത് എന്നൊക്കെ പറയാൻ സ്ത്രീലിംഗം ഉപയോഗിച്ച് പറയാൻ കാരണം പണ്ഡിതന്മാർ പറയുന്നത് ആദ്യകാലത്ത് അന്നൊക്കെ വ്യാപകമായിട്ട് ഇതൊക്കെ ആരാ ചെയ്യൽ? പെണ്ണുങ്ങൾക്കിടയിലാണ് ഈ രീതി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പെണ്ണിനെ പോലെ ആണും ആകാൻ വിചാരിച്ചപ്പോൾ പിന്നെ മാറ്റങ്ങൾ സ്വാഭാവികമാണല്ലോ. ഇന്നിപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും ആണും പെണ്ണുമൊക്കെ ഒരുപോലെ ടാറ്റു ചെയ്യാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഭർത്താവിൻ്റെ പേരെഴുതി വെച്ചിട്ടും അല്ലാത്ത നിലക്കും പല നിലക്കും പല കോലത്തിൽ പല വിധത്തിലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, വൽ മുതനമ്മിസാത്തി, അതാണ് ഇപ്പോൾ മറ്റേ ഹദീസിൽ വരാത്ത വേറൊരു വിഷയം. വൽ മുതനമ്മിസാത്തി, എന്താണ് തനമ്മുസ് എന്ന് പറഞ്ഞാൽ? തനമ്മുസ് എന്ന് പറഞ്ഞാൽ പുരികം വടിക്കലാണ്, ത്രെഡ് ചെയ്യലാണ്. പുരികം ത്രെഡ് ചെയ്യലാണ് മുതനമ്മിസാത്ത്. അത് ചെയ്യുന്ന സ്ത്രീകളെയും ശപിച്ചിരിക്കുന്നു. വൽ മുതഫല്ലിജാതി, പല്ലുകൾക്ക് വിടവ് വരുത്തുന്നവരെയും, പല്ലുകൾക്ക് വിടവ് വരുത്തുക എന്തിന്? ലിൽ ഹുസ്നി, ഭംഗി കൂട്ടാൻ പല്ലുകളിൽ ചില പ്രത്യേകമായ വേലകൾ ചെയ്യുന്നവർ, അതാണ് മുതഫല്ലിജാതി ലിൽ ഹുസ്നി. അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്നവർ. ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് ആ പ്രവൃത്തിയാണ്. റബ്ബ് കൊടുത്തിട്ടുള്ള ഒറിജിനാലിറ്റിയിൽ നിന്ന് അവർ മാറ്റം വരുത്തുന്നു എന്നുള്ളത്. ഫഖാലത്ത് ലഹു ഇംറഅത്തുൻ ഫീ ദാലിക, ഈ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചപ്പോൾ ഒരു സഹോദരി ചോദിക്കുകയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്. മറ്റൊരു ഹദീസിൽ കാണാം, ബനു അസദ് ഗോത്രക്കാരിയായ ഉമ്മു യാക്കൂബ് എന്നറിയപ്പെടുന്ന ഒരു സഹോദരിയാണ് ആ ചോദ്യവുമായിട്ട് വന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടല്ലോ,
ഞാൻ ഖുർആനിൽ ഇതൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, നിങ്ങൾക്കത് എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പം സഹാബി പറഞ്ഞു കൊടുത്തു, ഓ മാലി, എനിക്കെന്താ തടസ്സം, ലാ അൽഅനു, ശപിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമാണുള്ളത്. ഓ മാലി ലാ അൽഅനു, ശപിക്കാതിരിക്കാൻ എനിക്കെന്താ തടസ്സം. മല്ലഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചവരെ എനിക്ക് ശപിക്കാൻ എന്താ തടസ്സം. മാത്രമല്ല വഹുവ ഫീ കിതാബില്ല, ഈ കാര്യം അള്ളാഹിൻ്റെ ഖുർആനിലും ഉണ്ട്, ഈ കാര്യം അള്ളാഹിൻ്റെ ഖുർആനിലും ഉണ്ട്. അപ്പോഴാണ് ഈ സഹോദരി ചോദിക്കുന്നത്, ഞാൻ ഖുർആൻ്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒന്നും ഞാനതിൽ കണ്ടിട്ടില്ലല്ലോ. മുടി കൂട്ടിച്ചേർക്കുന്നവരെയും പച്ച കുത്തുന്നവരെയും പുരികം ത്രഡ് ചെയ്യുന്നവരെയും പല്ലുരാഗി വൃത്തിയാക്കുന്നവരെയും ഒക്കെ ശപിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയണേ, നിങ്ങൾ ഖുർആൻ ഓതേണ്ട രൂപത്തിൽ ഓതിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ആ ആയത്ത് കാണായിരുന്നു. ആഹാ, അങ്ങനെ ഉണ്ടെന്നാൽ ഖുർആനിലപ്പോൾ അത് എന്തപ്പം എനിക്ക് പയച്ചു, എന്നിട്ടാണ്ട് ഓതി കൊടുത്തു. ഈ ആയത്തൊന്ന് വായിച്ചു നോക്കിയേന്ന്. ഏതായത്ത്? സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്ത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിച്ചോളണം, അത് നിങ്ങൾ സ്വീകരിച്ചോളണം. വമാ നഹാകും അൻഹു, ആ നബി നിങ്ങളോട് എന്തിനെക്കുറിച്ച് വിരോധിച്ചുവോ ഫൻതഹൂ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നോളണം. അള്ളാഹിൻ്റെ റസൂൽ ഇത് വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ വിരോധിച്ച കാര്യങ്ങളതൊക്കെ, അപ്പോൾ അത് കിതാബിൽ വന്നില്ലപ്പോൾ. അള്ളാഹിൻ്റെ റസൂൽ വിരോധിച്ചതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. വിരോധിച്ച പട്ടികയാണ് ഇപ്പോൾ ഞാൻ ഈ എണ്ണിയതൊക്കെ. ഈ ഹദീസ് നബി തങ്ങളിൽ നിന്ന് കേട്ടതാണ്, അപ്പോൾ ഖുർആനിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾ ഓതേണ്ട രൂപത്തിൽ ഖുർആനിൽ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിൽ ഓതി കാണാൻ പറ്റും എന്ന് പറയുന്നത്. അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ സഹോദരിക്ക് കാര്യം ബോധ്യമായി. അപ്പോൾ ഉടനെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു, നിങ്ങളെ പെണ്ണുങ്ങളിങ്ങനെ പുരികം ത്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പിന്നെ ഭംഗി കൂട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആരോടാ ചോദിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇല്ല, ഉണ്ടെങ്കിൽ പോയി നോക്ക്. ആ സ്ത്രീ പോയി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ അടുത്ത് എന്തോ ധാരണ വന്നു പോയതാണ്. ആ സമയത്ത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്താനുണ്ട്, ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ആ സംഭവം. അവർ പറയുന്നത്, അവരെങ്ങാനും അങ്ങനെ ഞാൻ ഈ നിരോധിച്ച സംഗതികൾ അറിഞ്ഞിട്ട് അവരത് ചെയ്തിരുന്നു, വല്ലാഹി മാ ജാമഅത്തുഹ, ഞാൻ പിന്നെ അവരോട് ഇനി ലൈംഗിക ബന്ധം നടത്തൂല എന്ന് ഉറപ്പായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ കുടുംബത്തിൽ ഇസ്ലാമികമായിട്ടൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിന് വിരുദ്ധം നിന്നാൽ അത്ര അവരതിനോട് രോഷമുള്ളവരായിരുന്നു. ദീനിയായിട്ടൊരു കാര്യം അള്ളാഹ് നിഷിദ്ധമാക്കിയത് പിന്നെ അത് അറിഞ്ഞിട്ടും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് അവരാരും കണ്ടിരുന്നില്ല എന്ന് ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഇതിൻ്റെ ശാരിഹകൾ ഹദീസ് വിശദീകരിക്കുന്നവർ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ശാപഹേതുവായ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ ഇന്ന് ധാരാളം ഈ പുരികം ത്രെഡ് ചെയ്യുക, ഈ ഐബ്രോ ത്രെഡിങ്, പ്ലക്കിങ് പോലെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ കർമ്മശാസ്ത്രപരമായിട്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് നൂലുപയോഗിച്ച് ആണ് ത്രെഡിങ് ആണെങ്കിലും ഷേവ് ചെയ്യൽ ഒട്ടും പറ്റൂല. പല സ്ത്രീകളും എന്ത് ചെയ്യും, പറ്റങ്ങോട്ട് ഷേവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഐബ്രോ കൊണ്ടോ മറ്റേതെങ്കിലും നല്ല കളർ കൊണ്ട് എന്ത് ചെയ്യും, ഒരു വര ഇങ്ങനെ കൃത്യമായിട്ടും വരക്കും. മഹാനിഷിദ്ധമായ സംഗതിയാണ്. അതേപോലെ തന്നെയാണ് പുരികം. ഉള്ള പുരികത്തെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മൈന്യൂട്ടാക്കിയിട്ട് ഇങ്ങനെ തെർക്കീക്കാക്കുക, അതിന് തഷ്കീർ എന്നാണ് പറയുക. അതാണ് അതുകൊണ്ട് പിന്നെ നവവി ഇമാമിൻ്റെ ആ വ്യാഖ്യാനത്തിൽ അവിടെ കൃത്യമായി പറഞ്ഞു തുറക്കിഖുഹാൻ. അതിങ്ങനെ നേരിയ രൂപത്തിൽ ഇങ്ങനെ ഒരു അമ്പുമായി വളഞ്ഞിങ്ങനെ ആക്കി തീർക്കുക. മറ്റുള്ളതൊക്കെ അപ്പുറമൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആ മുടിയൊക്കെ പറിച്ചാണ് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവർ, പറ്റ വടിച്ചിട്ട് ആ സ്ഥാനത്ത് ലൈനിടുന്നവർ, ഇതൊക്കെ നിഷിദ്ധമായ സംഗതിയാണ്. അതേ അവസരത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് പുരികം വല്ലാതെ, ആണാവട്ടെ പെണ്ണാവട്ടെ, പുരികം വല്ലാതെ നീണ്ട് താഴത്തേക്ക് കാഴ്ചക്ക് അഭംഗിയാകുന്ന നിലക്ക് അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വെട്ടി ചെറുതാക്കുന്നതിന് വിരോധമില്ല. അതേ അവസരത്തിൽ എന്ത് ചെയ്യണം, അത്
പ്രത്യേകമായ നിലക്ക് കൂട്ടുപുരികങ്ങൾ, ഇപ്പോൾ കൂട്ടുപുരികം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പുരികത്തിൻ്റെയും ഇടക്ക് മൂക്കിൻ്റെ നേരെ മീതെ ഭാഗത്തുള്ളതാണ്. അത് മാറ്റുന്നതിന് വിരോധമല്ല. കാരണം അത് ഒറിജിനൽ ഒരു കൃത്യമായ നിലക്കുള്ള ഒരു പുരികല്ല, ഒരു കൂട്ടുപുരികം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും തന്നെ താടി വളരുന്ന സ്ത്രീകളുണ്ട്, മീശ വളരുന്ന സ്ത്രീകളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ വളരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വൈകല്യമാണ്. അതൊക്കെ അവർക്ക് നീക്കാനുള്ള അനുവാദങ്ങൾ ഉണ്ട് താനും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മീശയുടെ സ്ഥാനത്തോ പുരിക സ്ഥാനത്തോ ഒക്കെ ലേസർ ഉപയോഗപ്പെടുത്തിയിട്ടോ പ്ലക്ക് ചെയ്തിട്ടോ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാം. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടി രോമം വടിച്ചു കളയാൻ അവന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതൊക്കെ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് അവളുടെ പുരികം ഇങ്ങനെ വടിച്ച് അവിടെ ഇങ്ങനെ ആ വിധത്തിൽ ഒരു ലൈനൊക്കെ ഇടുന്നത് വിരോധിക്കപ്പെട്ടു, ശാപഹേതുവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാക്കിക്കൂടെ താടി ഇങ്ങനെ ഷേവ് ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നുള്ളത്? അതൊക്കെ ഒരു ഈമാനുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പോകുന്ന സംഗതികളല്ലേ എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അതിനോട് ചേർത്ത് മനസ്സിലാക്കുവാൻ വേണ്ടി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. കുറേ വിഷയങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നു, വലിൽ അസഫ്, സങ്കടകരമെന്ന് പറയട്ടെ, ബഅ്ദുൻ നിസാഇ ലറുബ്ബമാ തതസാഹലു ഫീ ഹാദാ, ഈ കാലഘട്ടത്തിലെ സ്ത്രീകളൊന്നും ഇന്നത് തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാലമായല്ലോ. അവരെത്രയാണ് അവരുടെ പുരികങ്ങൾ, ഏതെല്ലാം വിധത്തിലാണ് അവരിന്ന് ഭംഗി കൂട്ടുന്നത്, ഏതെല്ലാം വിധത്തിലാണ് അവർ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വകൈഫ യജ്തരിഉ, എങ്ങനെയാണ് അവർക്കതിന് ധൈര്യം വരുന്നത്? എത്രയെത്ര രൂപത്തിലുള്ള ശാപം പേറിക്കൊണ്ടാണ് പിന്നെയും അവർ ജീവിക്കുന്നത്. എങ്ങനെയാണ് പിന്നെയും അവർക്ക് ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവർക്ക് കൈഫ യനാമു ഉറങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ കഴിയുന്നത്? അള്ളാഹു ഇത്രത്തോളം ശാപഹേതുവായ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. അതേപോലെ തന്നെ പുരികത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണെന്ത് മറ്റേ വിഷയവും പറഞ്ഞത്. പല്ലുകൾ അലങ്കാരത്തിന് വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ, അതാണ് അൽ മുത്തഫല്ലിജാത്ത്. തഫല്ലുജ് എന്ന് പറഞ്ഞാൽ പല്ലുകൾ ഇങ്ങനെ പ്രായക്കുറവ് തോന്നിക്കാൻ വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനുള്ള വൈകല്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംസാരത്തിന് വൈകല്യം, ഭക്ഷണം കഴിക്കുമ്പോൾ വൈകല്യം, പല്ലൊക്കെ പുറത്തേക്ക് തള്ളി ഉന്തി നിൽക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്ന് ഇപ്പോൾ പല്ലുകൾ കെട്ടുന്ന ബ്രൈസസ് പോലെയുള്ള ആ നിലക്കുള്ള ചികിത്സാ രീതികൾ, അങ്ങനെയുള്ള രൂപത്തിലുള്ള വൈകല്യങ്ങൾ നീക്കുന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത് ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല? തഫല്ലുജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതല്ലാത്ത നിലക്ക് വേറെ പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഒരാവശ്യമില്ലാതെ തന്നെ പല്ലൊക്കെ ഒന്ന് കെട്ടി ഒന്നും കൂടിയും ഭംഗി കൂട്ടുക, ഒന്നും കൂടി ഇങ്ങനെ അലങ്കാരം, ഒന്നും കൂടിയാണ്ട് പിള്ളവൊന്നുമാണ് പോരാ, ഒരു കുഴപ്പമില്ല, കാഴ്ചക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ മീതെ പല്ല് വളരുകയോ, പ്രയാസം സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടോ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ, ഒരു വൈകല്യം ഒന്നും തോന്നൂല. പക്ഷെ എന്നാലും എല്ലാവരും ഇങ്ങനെ ചെയ്യല്ലേ, അപ്പോൾ ഞാനും ഒന്ന് ചെയ്യുക എന്നുള്ള നിലക്ക് ഇങ്ങനെ പല്ലൊക്കെ ഒന്ന് ഇങ്ങനെ കെട്ടിയൊക്കെ ഒന്ന് വൃത്തി, ആ രൂപത്തിലുള്ള തഫല്ലുജുകളൊക്കെ വിരോധിച്ചിരിക്കുകയാണ്. വൈകല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എന്ന നിലക്ക് ചെയ്യുന്ന അത്തരത്തിൽ പല്ലിൻ്റെ ഒരേ നിരയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും തള്ളിയൊക്കെ നിൽക്കുന്ന വൈകല്യങ്ങളെ മാറ്റുക എന്നുള്ളതിലൊക്കെ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമാക്കിയിടത്ത് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൈശാചികമായ ദുർബോധനങ്ങളാണ് മനുഷ്യരിൽ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ നിലക്ക് പ്രചാരത്തിലുള്ള വ്യത്യസ്ത മോഡലുകളിൽ ചെയ്യുവാൻ അവന് പ്രേരകമായി കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വരുന്ന വിഷയം എന്താണ്? ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ പ്രകൃതി, ആ ഒരു പ്രകൃതിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് റബ്ബ് തന്ന ആ ഒരു പ്രകൃതിയൊന്നും പോരാ, അതിനേക്കാൾ നല്ലോണം ഭംഗി കൂട്ടണം എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ശഫത്ത്, ചുണ്ട് സർജറി ചെയ്യുന്നവർ, മൂക്ക് സർജറി, പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ കേവലം ഭംഗി കൂട്ടാനാണ്. അതേവസരത്തിലുള്ള ഒരാൾക്ക് മുച്ചിറിയുണ്ട്, അങ്ങനെയുണ്ടല്ലോ, ചുണ്ടിന് വൈകല്യം ജന്മനാ ഉള്ള ആളുകളുണ്ടാകും, അപകടം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ മൂക്കിന്, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള വൈകല്യങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എന്ന നിലക്ക് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതും
അതേ അവസരത്തിൽ അങ്ങനെ ഒരു ഒന്നുമല്ല, ഒരു ഫാഷൻ, ഒരു ഭംഗി സമൂഹത്തിലെല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഒന്നും കൂടി ചെയ്യുക, ഈ നിലക്കുള്ള അതാണ് അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നി എന്ന് പറയാൻ കാരണം. നോക്കൂ, നിങ്ങൾ ആ ഹദീസ് ശ്രദ്ധിച്ചില്ലേ? അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നീൻ, ആ നിലക്കുള്ള ഭംഗി കൂട്ടാൻ വേണ്ടി. അവിടെ അത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലിൽ ഹുസ്നി എന്ന് പറയാൻ കാരണം എന്താണ്? അതിൽ നിന്ന് ഇലാജ് ഒഴിവാണ്, ഐബിനുള്ള ന്യൂനതകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് അതിൽ പെടൂല എന്നറിയിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ അൽ മുത്തഫല്ലിജാത്തിലിൽ ഹുസ്നി എന്ന് പ്രയോഗിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമ്മുടെ ഈ അധ്യായത്തിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇന്ന് സമൂഹത്തിൽ നടപ്പ് ധാരാളമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയൊക്കെ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ സഹാബാ വനിതയുടെ ചോദ്യം കേട്ടില്ലേ നിങ്ങൾ? അള്ളാൻ്റെ ഖുർആനിൽ ഞാൻ കണ്ടില്ലല്ലോ. ഇതെന്നും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് ഹറാമുകളെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കും, ഇത് ഖുർആനിലുണ്ടോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? സിനിമ ഹറാമാന്ന് ഖുർആനിലുണ്ടോ? ഇത് കാണിച്ചു തരാൻ പറ്റുമോ? ഒരായത്ത് കാണിച്ചു തരാൻ പറ്റുമോ? സിനിമ ഹറാമാണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്. ഇത് ഏതൊക്കെ നിഷിദ്ധങ്ങളുടേതായ കാര്യങ്ങൾ പറയുന്നുവോ ആളുകൾ പരിഹാസ സ്വരത്തിൽ, അന്നിപ്പോൾ ഈ സഹാബാവനിത് അവർക്കിത് അറിയാത്തത് കൊണ്ടുള്ള ചോദ്യം, പരിഹാസമൊന്നുമല്ല, നേരെ മറിച്ച് ഇന്നതൊരു പരിഹാസ സ്വരത്തിൽ, എവിടെ ഖുർആനിൽ, ഏത് ഖുർആനിൽ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ്. ആ സഹാബാവൻ്റെ അത് ഖുർആൻ പഠിച്ച സഹാബാവൻ്റെയാണ് ചോദിക്കുന്നത്. നമ്മളോ ഒന്നും തിരിയില്ല, എന്നിട്ടാണ് ചോദിക്കുന്നത് ഖുർആനിൽ എവിടെയാണ്. അപ്പോൾ ഖുർആനിൽ ഒരു കാര്യം എല്ലാം ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ അസ്ൽ ഖുർആനിലുണ്ട് ദാനം. അത് അല്ലാഹു തആല പറഞ്ഞതാണ്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ എന്നാണ്. അള്ളാഹിൻ്റെ കിതാബിൽ ഒന്നും തന്നെ നാം വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് അള്ളാഹ് പറയുന്നത്. എല്ലാം ഈ ഖുർആനിലുണ്ട്, എല്ലാം ഖുർആനിലുണ്ട്. അത് നോക്കേണ്ട നിലക്ക് നോക്കി വായിച്ചാൽ അതിന് കിട്ടും. അതാണ് ഈ സഹാബി തിരിച്ചു മറുപടി പറഞ്ഞത്, അമാ ഖറഅതി, നീ ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ ഓതേണ്ട രൂപത്തിൽ ഓതിയിരുന്നുവെങ്കിൽ, അതിലൊക്കെ എത്ര പോയിൻ്റ് ഉണ്ട്. ആ പ്രയോഗത്തിൽ പോലും എത്ര പോയിൻ്റ് ഉണ്ട് സുഹൃത്തുക്കളെ. നീ ഖുർആൻ ഓതിയാൽ പോരെ, ഓതേണ്ട രൂപത്തിൽ ഓതണം. എന്താ ഈ ഹക്കുത്തിലാവത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ഹക്കുത്തിലാവത്ത് എന്ന് പറഞ്ഞാൽ? ഖുർആൻ പാരായണം ചെയ്യേണ്ട വിധം ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തജ്വീദ് ഒപ്പിച്ചു പാരായണം ചെയ്യൽ മാത്രമല്ല. നമ്മളങ്ങനെ മനസ്സിലാക്കിയത്. നമ്മൾ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലാതെ പാരായണം ചെയ്യൽ മാത്രമല്ല. ഖുർആൻ ഇറങ്ങിയത് അതിന് മാത്രമല്ല. അള്ളാഹിൻ്റെ ഖുർആൻ ഇറങ്ങിയത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിച്ച് പാരായണം ചെയ്യാനാണ്. ചിന്തിക്കാൻ ഇത് എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റും. അള്ളാഹ് പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആവർത്തിച്ച് സൂറത്തുൽ ഖമറിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലഖദ് യസ്സർനാ, അള്ളാഹ് പറയാണ്, തീർച്ചയായും നാം എളുപ്പമാക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, അൽ ഖുർആന, പരിശുദ്ധ ഖുർആനിനെ, ലിദ്ദിക്രി, ചിന്തിക്കാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രയാസമൊന്നുമല്ല. എന്നിട്ട് അള്ളാൻ്റെ ഒരു ചോദ്യമുണ്ട്, ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? അപ്പോൾ കുഴപ്പമാരെടുത്ത അള്ളത് ചിന്തിക്കാൻ എളുപ്പമാക്കി തന്നു. ഇനി നമ്മൾക്കാണ് താല്പര്യം ഉണ്ടാവേണ്ടത്, ഇങ്ങനെ തയ്യാറുണ്ടോന്ന്. ഖുർആന്റെ അടുത്ത ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, സൂറത്ത് മുഹമ്മദിലുള്ള ആയത്താണ്. അതോ അവരുടെ കൽബുകളിന്മേൽ കുഫിലിട്ട് പൂട്ടിയിരിക്കുകയാണോ? എന്താ കുഫില് എന്ന് പറഞ്ഞാൽ? പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണോ ഹൃദയം? തുറക്കൂലേ? നിങ്ങളെ ഹൃദയം തുറക്കൂലേ? മരിക്കോളം തുറക്കാത്തൊരു കൽബാണോ നിങ്ങളത്? അതവിടെ അങ്ങനെ പൂട്ടിട്ട് ചാവി മടിയിൽ വെച്ചിരിക്കുക. എന്താ അതൊന്ന് ഓപ്പണാക്കിയിട്ട് അള്ളാഹിൻ്റെ കലാമൊന്ന് ചിന്തിച്ചുകൂടെ? ഇറക്കിയത് തന്നെ അതിനാ, കേവല പാരായണത്തിനല്ല ഖുർആൻ ഇറക്കിയത്. ആർക്കും മനസ്സിലാവൂലേ? അള്ളാഹ് ഖുർആൻ ഇറക്കിയത് കേവലം ഓതാനായിരുന്നുവെങ്കിൽ ഈ ഖുർആനുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എന്തിനാ ലോകത്ത് വിരചിതമായത്? ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് ഖുർആൻ്റെ തഫ്സീർ മാത്രം. അതിൻ്റെ അർത്ഥവും ആശയവും പറയുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് തഫ്സീറുകൾ, ഖുർആൻ വ്യാഖ്യാനം എല്ലാ ഭാഷയിലും. എത്ര ആളാണ് എഴുതിയത്? ഏതൊക്കെ നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ആ മഹാസൽക്കർമ്മം ചെയ്ത് ബാക്കിയാക്കിപ്പോയി.
ഇത് കേവലം ഓതാനാണെങ്കിൽ എന്തിനാ അവർ ഈ സമയം മെനക്കെടുത്തിയത്? ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമുൽ ഖുർആൻ എത്രയാണ് ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്? പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അസ്ബാബുൻ നുസൂൽ, ഓരോ ആയത്തുകളും അവതരിച്ച പശ്ചാത്തലം പഠിപ്പിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. എന്തിനാ അത്? ഒരായത്തിറങ്ങിയ സന്ദർഭം പഠിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ സന്ദർഭം ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകൾക്ക് പാഠമാകാൻ. കാരണം ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകൾക്കുള്ളതാണ്. ഇനി ഖുർആനിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആളുകൾക്ക് പരസ്പരം വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിക്കുന്ന ആയത്തുകളെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. എന്തിനതൊക്കെ ഇറങ്ങിയത്? ഖുർആൻ പഠിക്കാനുള്ളതാണ്, അർത്ഥം പഠിക്കാനുള്ളതാണ്, ആശയം പഠിക്കാനുള്ളതാണ്. ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്. നമ്മളെങ്ങാനും ഉപ്പാണ് മരിച്ചുപോയി കഴിഞ്ഞാൽ 114 അധ്യായങ്ങളുള്ള പരിശുദ്ധ ഖുർആനിലെ 6000-ൽ ചില്ലാനും വരുന്ന ആയത്തിൽ എന്താ അള്ളാഹു പറഞ്ഞത് എന്ന പൊതുബോധമെങ്കിലും നമുക്കുണ്ടോ? ഇത് നമ്മളോട് ചോദിക്കണ്ടേ? അള്ളാഹു പറയണത്, അള്ളാഹു ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയാണ്, കിതാബുൻ, ഈ കിതാബ്, അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു, മുബാറക്കുൻ, എങ്ങനത്തെ കിതാബാണിത്? ബറക്കത്ത് നിറഞ്ഞ കിതാബാണ്. ബറക്കത്ത് നിറഞ്ഞ കിതാബാണിത്. എന്തിനാ ഇറക്കിയത്? അൻസൽനാഹു മുബാറക്കുൻ ലി തത്തുലൂ എന്നല്ല, നിങ്ങൾ ഓതാൻ വേണ്ടി എന്നല്ല. ആ ആയത്തിൽ ആ വർത്താനേ പറയില്ല. ആ ആയത്തിൽ പറയണ എന്ത് മാത്രമേ പറയുള്ളൂ? കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി, ഇതിലെ ആയത്തുകൾ അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. തദബ്ബുറുൽ ഖുർആൻ, ഉറ്റാലോചിക്കാനാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള വലിയ ബുദ്ധിമാന്മാർ കൂടുതൽ ഗവേഷണം ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ തദബ്ബുറാണ് ഖുർആൻ ഇറക്കിയതിൻ്റെ ലക്ഷ്യം. നമുക്ക് എത്ര ആയത്തറിയാം? ഇവിടെ ഇരിക്കണ ഓരോരുത്തരും ചോദിക്ക്, നമുക്ക് എത്ര ആയത്തറിയാം? സൂറത്തുൽ ഫാത്തിഹ പോലും എന്താണ് പറയുന്നത് എന്നറിയാമോ? ചെറിയ സൂറത്തുകൾ, മറ്റു ഖുർആനിലെ ആയത്തുകൾ, നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകൾ, എത്രയെത്ര വചനങ്ങൾ നമ്മളറിയാതെ മരിച്ചു പോവുകയാണ്. ഒരു തലമുറ ഇതൊന്നും പഠിക്കാതെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓതേണ്ട നിലക്ക് ഓതണം എന്നാണ് ആ സഹാബി പറയുന്നത്. ഇതിപ്പോൾ ശരിക്കിപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നാണ് മനസ്സിലാവില്ലല്ലോ. എന്ത് ഒമാ ആത്താക്കുമുർ റസൂൽ ഫഹുദൂഹു ഒമാ നഹാക്കുമന്നു ഫന്തഹു എന്ന് പറഞ്ഞാൽ അതിൽ മുടി കൂട്ടി ചേർക്കുന്നവളെ ശപിച്ചു എന്നുണ്ടോ? അതതിലുണ്ടോ? പുരികം ഈ വിധത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ത്രെഡ് ചെയ്ത് ആ വിധത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവരെന്ന് അതിലുണ്ടോ? പച്ച ഉത്തര അതിലുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ കിട്ടി? അള്ളാൻ്റെ റസൂല് വരും. അപ്പോൾ ആയത്തിൽ കണ്ടോളണമെന്നില്ല, അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതും ആയത്തിലുള്ളത് തന്നെയാണ്. കാരണം ആയത്തിൽ പറഞ്ഞത് നബി വിരോധിച്ചതൊക്കെ ഹറാമാണ്, ഇതൊക്കെ നബി വിരോധിച്ചതാണ്. ഖുർആൻ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയാൻ ഹദീസ് നിഷേധിക്ക് പോലും കഴിയൂല ഫലത്തിൽ. കാരണം എന്താണ്? ആ ഹദീസ് സ്വീകരിക്കണം എന്ന് എവിടെയുള്ളത്? ഖുർആനിലുള്ളത്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, വ അത്തിയുർ റസൂല, റസൂലിനെ അനുസരിക്കണം. വളരെ കൃത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആഴത്തിലുള്ളൊരു പരന്ന വായന, ചിന്തയോടുകൂടിയുള്ളൊരു വായന നമുക്കുണ്ടാകണം. അതിന് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടതാണ് ഖുർആൻ്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ആ ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവണം. ഒറ്റയ്ക്കിരുന്ന് പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ചിന്തയോടെ പാരായണം ചെയ്യാൻ, അധികം ഖത്തം തീർക്കുന്നതിനേക്കാളപ്പുറം ഓരോ ആയത്തുകളും ചിന്തിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്, പുണ്യമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായിരുന്നാലും അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ജീവിത ഭാഗമാക്കി മാറ്റുന്ന സജ്ജനങ്ങളിൽ
നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.